ഹലോ അമീസ്, ഹാൻസമംഗിൾ എന്ന വൺ ഷോട്ടിൻ്റെ ലാസ്റ്റ് പാട്ട് ഞാൻ ഇന്നിട്ടിരുന്നല്ലോ. അതിൽ മെയിനായിട്ടുള്ള കുറച്ച് പോർഷനിൽ ഡയലോഗ്സ് മ്യൂട്ടായിട്ടുണ്ട്. ആക്ച്വലി അത് ഞാൻ യൂസ് ചെയ്ത BGMന് കോപ്പിറൈറ്റ് വന്നപ്പോൾ ഞാൻ BGM മ്യൂട്ട് ചെയ്തതാണ്. പക്ഷേ ഓളാണ് കൊടുത്തത്, അപ്പോൾ എല്ലാം പോയി. അപ്പോൾ ആ പോർഷനിലുള്ള ഡയലോഗ്സും കൂടെ മ്യൂട്ടായിപ്പോയി. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ കമൻസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എവിടേക്കാണോ മ്യൂട്ടായത് ആ ഒരു ഭാഗങ്ങൾ മാത്രം ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. സോ ആ ഭാഗം കാണുന്നുള്ളവർക്ക് ഈ പാട്ട് കാണാം. നീ എന്തിനാ എന്റെ ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നേ? ആദ്യം നിങ്ങൾ ആ കൈയെടുക്ക്, എന്റെ കൈന്ന് വിടാൻ. ഇനി പറ, നീ എന്തിനാ ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നേ? എനിക്ക് നിങ്ങളുടെ ക്ലാസ് കേൾക്കാൻ താല്പര്യമില്ല. പിന്നെ എന്നെ കാണുന്നതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടും വേണ്ട. ചാരു, അത് അന്ന് ഞാൻ പ്ലീസ്, എനിക്കറിയാം നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ അച്ഛനെ പോലെയാണ്, ഞാൻ നിങ്ങളെ മകളെ പോലെയാണ്, എനിക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നിയതാണ്. പ്ലീസ്, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ എല്ലാം നിർത്തി. നിങ്ങളെ പിന്നാലെ ഞാൻ ഇനി വരത്തുമില്ല. നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളെ മുന്നിൽ പോലും വരാൻ എനിക്കിപ്പോൾ ആഗ്രഹമില്ല. ചാരു, അത് ഞാനൊന്ന് പറയട്ടെ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ല എനിക്ക് താല്പര്യമില്ലെന്ന്. നിങ്ങൾ ഇനി എന്നോടൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാനുമില്ല. പ്ലീസ്, ഞാനായിട്ടൊരു ശല്യത്തിന് വരില്ല. ഗോഡ് പ്രോമിസ്. വഴിന്ന് മാറ്, എനിക്ക് അടുത്ത ക്ലാസ്സിലോട്ട് കയറാനുള്ളതാ. നീ എന്തൊക്കെയാ ചാരു ഈ പറയുന്നേ? ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടത് നിനക്ക് എങ്ങനെയാ അറിയാം? അത് സ്വപ്നമല്ല, സത്യമാണെന്ന് നീ പറയുന്നു. അതെങ്ങനെ നിനക്കറിയാം? കാരണം ആ സ്വപ്നം ഞാൻ ക്രിയേറ്റ് ചെയ്തതാ. നിങ്ങളുടെ മനസ്സറിയാം. അന്ന് മീരയായി വന്നത് ഞാനാ. പക്ഷെ തോറ്റുപോയി ഞാൻ. അറിയാൻ കഴിഞ്ഞു ആ മനസ്സിന്റെ ഒരു കോണിൽ പോലും ഞാനില്ലെന്ന്. അതുകൊണ്ടായല്ല ഞാൻ അവസാനിപ്പിച്ചേ. അന്ന് നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിച്ചെങ്കിലും നിങ്ങളെ വിടാൻ എനിക്ക് ഒരുക്കമല്ലായിരുന്നു. പിന്നീടുള്ള ദിവസം എന്നെ കാണാതെ നിങ്ങൾ വിഷമിക്കുന്നതും എന്നെ പറ്റി പാറുവിനോട് ചോദിക്കുന്നതും എല്ലാം പാറു എന്നോട് വന്ന് പറയായിരുന്നു. അതൊക്കെ കേട്ട് എൻ്റെ ഉള്ള ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഞാൻ മാത്രമാണെന്ന് എനിക്ക് തോന്നിയില്ല. നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ ആ മനസ്സിൽ ഞാൻ മാത്രമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അന്ന് നിങ്ങളുടെ മീര മരിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ തിരിച്ചു വന്ന നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കുന്നു? പാറു എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് എന്തൊക്കെ ഫീലിങ്സ് ഒക്കെ തോന്നിയിട്ടുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഞാനാണോ അവരാണോ എന്നറിയാൻ വേണ്ടിയിട്ടാ അങ്ങനെ ഒരു പരീക്ഷണം ഞാൻ നടത്താൻ തീരുമാനിച്ചേ. അതിനുവേണ്ടി ഞാൻ ജിമ്മിനേട്ടനെയും കൂട്ടുപിടിച്ചു. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അന്ന് രാത്രി തന്നെ നിങ്ങളെ കൊണ്ട് അധികം ആൾതാമസമില്ലാത്തൊരിടത്ത് ഞങ്ങൾ പോയി. പിറ്റേന്ന് മുതൽ ഞാൻ മീരയായിരുന്നു. അന്ന് മീരായി നിൽക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലും ഞാനുണ്ടോന്ന് അറിയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഇല്ല, ഞാൻ ആ മനസ്സിൽ എവിടെയുമില്ല. അതെനിക്ക് മനസ്സിലായി. മീരയുടെ മുന്നിൽ ചാരുല്ലാതെ തോറ്റുപോയി. നിങ്ങളുടെ മനസ്സിൽ
അവർക്ക് മാത്രമേ സ്ഥാനമുള്ളെന്ന് മനസ്സിലായി. സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. നിങ്ങളെ സ്നേഹിക്കുന്ന എന്റെ സ്വാർത്ഥ മനസ്സിനെ അത് താങ്ങാൻ കഴിയുന്നല്ലായിരുന്നു. സത്യം പറഞ്ഞ നിങ്ങളെ മീരയായി ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എന്ന് പോലും തോന്നി. നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? സത്യമാ ഞാൻ പറഞ്ഞേ. സിത്തു, നിന്റെ മീര ജീവനോടെയുണ്ട്. അവള് മരിച്ചിട്ടില്ല. അന്ന് അവള് വന്നതിന് ശേഷം ദേവേട്ടനും എല്ലാവരും അവളെ ഒരുപാട് കല്യാണത്തിന് നിർബന്ധിച്ചു. അവള് സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ നീ മരിച്ചു പോയെന്ന് പറഞ്ഞു. ഈ കല്യാണത്തിന് സമ്മതിക്കല്ലാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് എല്ലാവരും അവളെ ഭീഷണിപ്പെടുത്തി. തൻ്റെ സിത്തു എന്ന ജീവനോടെ ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് സഹിച്ചില്ല. അത് താങ്ങാനാവാതെ അവൾ പിന്നെ ഞങ്ങൾ കാണുന്നത് ടെറസിന്റെ മുകളിൽ നിന്ന് ചാടി ചോര വാർന്ന് നിലത്ത് ജീവനറ്റ് കിടക്കുന്ന മീരയെയാ. ഞങ്ങളെല്ലാവരും അവളെ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാ വിചാരിച്ചേ. പിന്നെയാ അവൾക്ക് ജീവനുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് കിടപ്പിലായതാ എൻ്റെ മോൾ. ഇന്നും ആ കിടപ്പ് തന്നെ. ആ ശരീരത്തില് ജീവന്റെ തുടിപ്പുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ശരിക്കും അവള് ജീവനില്ലാത്ത ശരീരം പോലെ അങ്ങനെ കിടക്കുക. അറിയാം ഞങ്ങള് കാരണം അവൾക്ക് നീ അവസ്ഥ വന്നതെന്ന്. എല്ലാം അവളും അറിയുന്നുണ്ട്. പക്ഷെ ഒന്നിനോടും പ്രതികരിക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞത് ജീവിക്കാൻ അവൾക്ക് ആഗ്രഹമില്ല. ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ടാ അവൾ ഒന്നിനോടും പ്രതികരിക്കാത്തതെന്നാ. ഇനി അവള് പഴയ ലൈഫിലോട്ട് തിരിച്ചു വരണമെങ്കിൽ അവൾ അത്രത്തോളം സ്നേഹിച്ച ആ വ്യക്തി മുന്നിൽ വരണമെന്നാ. ഞങ്ങൾ സച്ചിയോട് ഒരുപാട് ചോദിച്ചതാ നിന്നെപ്പറ്റി. അവനൊന്നും പറഞ്ഞില്ല. ജിതിനെയും ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു. ഒരു വിവരവും കിട്ടിയില്ല. നീ എന്തൊക്കെയാ ജിത്തു ഈ പറയുന്നേ? മീര അവൾ പ്രഗ്നന്റ് ആയിരുന്നോ? ഇല്ല, ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല. എടാ, നീ വിശ്വസിച്ചാലില്ലെങ്കിലും അത് സത്യമാ. അന്ന് അവള് പ്രഗ്നന്റ് ആയിരുന്നു. ആ കുഞ്ഞിനെ അവള് പ്രസവിക്കുകയും ചെയ്തു. ഒരു പെൺകുട്ടിയാ. ജിത്തു, നീ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് ആകെ ഒരു നെഗറ്റീവ് ഫീല്. ആ കുഞ്ഞ് ചാരുവാണെന്ന് മാത്രം പറയല്ലേ പ്ലീസ്, പ്ലീസ്. നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഞാൻ പറയാനുള്ളത് മുഴുവൻ നീ കേൾക്ക്. എന്ത് നിങ്ങൾ ആരൊന്നും മിണ്ടാത്തെ? എന്റെ കുഞ്ഞുവിടെ? സിദ്ധു, സിദ്ധു, സിദ്ധു ഇവിടെ. വിളിക്ക്, എന്റെ കുഞ്ഞിനെ കൊണ്ട് വാ. മോളെ, ആദ്യം നീ ഒന്ന് കൂളാവ്. നിന്റെ കുഞ്ഞിനെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഏറ്റവും സേഫായ കയ്യിലാ അവളിപ്പോൾ ഉള്ളത്. നീ ഒട്ടും വിഷമിക്കണ്ട. ഉടനെ തന്നെ നിനക്ക് അവളെ കാണാം. ഓക്കെ? മോളാണോ? എനിക്ക് പെൺകുഞ്ഞായിരുന്നു. അതെ, നിനക്ക് പെൺകുഞ്ഞായിരുന്നു. നീ ഒട്ടും വിഷമിക്കണ്ട. നീ ആഗ്രഹിച്ച പോലൊരു ജീവിതം ഇനി നിനക്ക് കിട്ടും. ഓക്കെ? നിന്റെ കുഞ്ഞിനെയും സിദ്ധുവിൻ്റെയും കൂടെ നിനക്ക് ചേർക്കാം. ഇതൊക്കെ സത്യമാണോ? ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? എൻ്റെ ഈശ്വര. എടാ, എല്ലാം സത്യമാ. അതുകൊണ്ടാ മീര ജീവനോടെയുള്ളത് നിന്നോട് പറയാതിരുന്നേ. അതുപോലെ തന്നെ ചാരുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിനക്കറിയാലോ, നീയും മീരയും ഇങ്ങനെ അനുഭവിക്കാൻ കാരണം എവിടെയോ ഞങ്ങളാണെന്നുള്ളൊരു തോന്നൽ എനിക്കും മീനുവിനും ഉണ്ടായിരുന്നു. അവൾ ആദ്യം അങ്ങനെ ഇറങ്ങിപ്പോയതുകൊണ്ടാണല്ലോ നീ മാന്യമര്യാദക്ക് അവളുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചിട്ടും എൻ്റെ ഫ്രണ്ടാണെന്നുള്ള നിലക്ക് അവർ നിനക്ക് അവളെ കല്യാണം കഴിപ്പിച്ച് തരാതിരുന്നത്. ആ ഒരു കുറ്റബോധവും വിഷമവും മീനുവിനുണ്ടായിരുന്നു. അറിയാലോ, അവൾ മരിക്കുന്നവരെ അവളുടെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. നിനക്കറിയാലോ, ആ സമയത്ത് മീനുവും പ്രഗ്നൻ്റ് ആയിരുന്നു. ഡെലിവറി ടൈമിൽ കുഞ്ഞിനെ നഷ്ടമായി. കുഞ്ഞുകൂടി പോയപ്പോൾ മീനു നല്ലപോലെ ഡിപ്രഷനിലായി. ആ ഒരു സമയത്താണ് സച്ചിയേട്ടൻ അവരുടെ അടുത്തുനിന്ന് ചാരുവിനെ ഞങ്ങൾക്ക് തരുന്നത്. മീര, ആദ്യം നിന്റെ ഈ കരച്ചിൽ നിർത്ത്. എന്താ നിന്റെ തീരുമാനം? സോറി, എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല.
അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നും ഞാനത് മനസ്സിലാക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. മറിച്ച് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും എൻ്റെ മാനസികാവസ്ഥ എന്താന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? നിനക്കറിയോ, അന്ന് ചിത്തുവിൻ്റെ കൂടെ മീനു ഒളിച്ചോടി വന്ന അന്നല്ല നിന്നെ ഞാൻ കാണുന്നേ. അതിനു മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ. പക്ഷെ നീ ആരാണെന്നോ എന്താണെന്നോ ഞാൻ തേടി പോയിട്ടില്ലായിരുന്നു. മീനുവിൻ്റെ അനിയത്തിയാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഇഷ്ടം അധികം വൈകിപ്പിക്കാതെ നിന്നോട് പറയണമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നീയും സിദ്ധുവും ഒരുപാട് വിഷമായി. ഞാൻ കാരണം എൻ്റെ അനിയൻ്റെ ജീവിതം ഒരിക്കലും തകരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ ചിത്തുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ് എല്ലാം. അന്ന് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കുടിച്ചിലേക്ക് കേട്ട് ഞാനന്ന് നിന്നെ സ്വന്തമാക്കി. പിറ്റേന്ന് ബോധം വന്നപ്പോൾ നിന്നെ തൊട്ടടുത്ത് കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ അനിയൻ സ്നേഹിച്ച പെണ്ണാ, എൻ്റെ അനിയനെ സ്നേഹിക്കുന്ന പെണ്ണാ. എല്ലാം കൂടി ആലോചിച്ചപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുമായിരുന്നു. ഞാൻ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാത്തതല്ലായിരുന്നു. പക്ഷേ എല്ലാം കൊണ്ട് എൻ്റേതാക്കി മാറ്റിയ നിന്നെ സിദ്ധുവിന് കൊടുക്കാൻ എനിക്ക് തോന്നില്ല. കാരണം അത് സിദ്ധുവിനെ ചതിക്കുന്നതിന് തുല്യ. അതുകൊണ്ട് എല്ലാം അവനോട് പറയാൻ പ്ലാൻ ചെയ്തതായിരുന്നു. പെട്ടെന്ന് അവൻ എന്നോട് പറഞ്ഞ് അവളെയും കൊണ്ട് ഒളിച്ചോടാൻ പോവുകയാണെന്ന്. നിന്നെയും കൊണ്ട് അവൻ വരുമ്പോൾ രണ്ടുപേരോടും എല്ലാ സത്യങ്ങളും ഒരുമിച്ച് പറയാനായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷേ അതിന് പറ്റിയില്ല. അതിനു മുന്നേ നിന്റെ വീട്ടുകാർ അതങ്ങനെയൊക്കെ സംഭവിച്ചു. സിദ്ധു ആക്സിഡൻ്റായി കോമയിലോട്ട് പോയി. അതേസമയം നീ സിദ്ധു നഷ്ടപ്പെട്ടതോർത്ത് സൂസൈഡിന് ശ്രമിച്ചു. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ വേറൊരു സത്യം കൂടി ഞാൻ മനസ്സിലാക്കി. നീ പ്രഗ്നൻ്റ് ആണെന്ന്. അബോട്ട് ചെയ്യാൻ പറഞ്ഞതായിരുന്നു ഡോക്ടർ. ഞാനാ സമ്മതിക്കാതെ. നിനക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ അന്ന് തൊട്ട് നിനക്കും സിദ്ധുവിനും മാറി മാറി കാവലായിരുന്നു ഞാൻ. അവസാനം കുഞ്ഞ് ജനിച്ചപ്പോൾ ഞാൻ സിദ്ധുവിനെയും കൊണ്ട് അവിടെ നിന്ന് മാറി. എങ്കിലും ഇടക്കിടക്ക് നിൻ്റെ അടുത്ത് ഞാൻ വരാറുണ്ടായിരുന്നു കുഞ്ഞിനെയും കൊണ്ട്. ആർക്കും അറിയില്ലായിരുന്നു അതെൻ്റെ കുഞ്ഞാണെന്ന്. നിൻ്റെ വീട്ടുകാർ പോലും സിദ്ധുവിൻ്റെ കുഞ്ഞാണെന്നാണ് വിചാരിച്ചിരുന്നത്. ജിത്തുവിനോട് മാത്രമാണ് ഞാൻ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്.